നമസ്കാരം നമസ്കാരം നമ്മുടെ സഹകുടുംബം സഹയാത്രയിലെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് സെയിൻറ്റ് ആബ്സ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു തീരദേശ പ്രദേശത്തേക്കാണ് പോകുന്നത്. അവിടെ നമ്മൾ പാറക്കൂട്ടങ്ങൾക്കിടയിലുള്ള ചെറിയ മത്സ്യബന്ധന ബോട്ടുകളും അതുപോലെ തന്നെ നമുക്ക് അതായത് അതിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക നല്ലൊരു അറ്റ്മോസ്ഫിയറുള്ള നല്ല സ്ഥലമാണ്. കടലിടുക്കുകളാണ്. സെയിൻറ്റ് ആൽബസ് എന്ന് പറയുന്ന കടലിടുക്കുകളാണ്. ആ കടലിടുക്കിൻ്റെ ഇടയ്ക്കാണ് അവിടെ പാറകളും പാറക്കൂട്ടങ്ങളും ഉണ്ട്. അവിടെ കോട്ടകളുണ്ട്. അപ്പോൾ ഒരു 1800 അല്ലേ അതെ ആ സമയത്ത് സ്ഥാപിച്ച സ്ഥലമാണത്. അപ്പം അവിടെ പണ്ട് നമ്മുടെ എന്താ ഞണ്ടുകളായിരുന്നു അവരുടെ ഉപജീവന മാർഗം. കാര്യം നമുക്ക് അറിയത്തില്ല. കാര്യം നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അവിടെ ചെന്നിട്ട് ബാക്കി നമുക്ക് കാണാം. നല്ല രസമാണെന്നാണ് പറയുന്നത്. അതുപോലെ കുറച്ച് നടക്കാനൊക്കെ ദൂരമുണ്ട്. അപ്പം നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്തായാലും നമുക്ക് നടക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. കുതിരയൊക്കെ ഉണ്ട്, പോകുന്ന വഴിക്കാൻ കാണാം. കുതിര നിന്നുകൊണ്ടിരിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി നമുക്ക് നേരി പോകുന്നുണ്ടല്ലേ കാണാം. അപ്പോൾ നമ്മളിങ്ങനെ താഴോട്ട് ഇറങ്ങുകയാണ്. മനോഹരമായ നല്ലൊരു സ്ഥലമാണ്. നമ്മളവിടെ നിന്ന് ഒരു 3 മണിക്കൂറിൽ 1/2 മണിക്കൂർ 20 മിനിറ്റ് യാത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഇനി നമ്മൾ ഇതുവഴി ഇങ്ങനെ മുകളിലേക്ക് കയറണം. നമ്മൾ ഒരു ാത്തതുകൊണ്ടാണോ അറിയത്തില്ല. ഇത് ഞണ്ടുകളെ പിടിക്കുന്ന കൂടുകളാട്ടോ. ഞണ്ടും കൂടാണ്. ഇവിടെ മത്സ്യബന്ധനം ഉണ്ട്. ഞണ്ടാണ് മെയിനായിട്ടുള്ളത്. ഇതുണ്ട്. ഇവിടെ ഒരു വിൻറ്റേജ് കാർ കിടക്കുന്നുണ്ട്, പൊളിച്ചിട്ടോ. പഴയ കാലത്തെ ഒരു കാറാണ്. എനിക്ക് തോന്നുന്നത് 86 എനിക്ക് തോന്നുന്നത് നമ്പർ കണ്ടിട്ട്. ഇതിപ്പോൾ ഇതിനിപ്പുറത്ത് കിടക്കുന്ന 66, അതായത് 2016 കാറുകളാണ്. അതിൻ്റെ മുകളിൽ കാണുന്ന ഇതുണ്ടോ, നീല പോലെ ഇങ്ങനെ ശരിയായ ഒരു കടും നീലയാണ്. നമ്മുടെ അവിടുത്തെ കേരളത്തിലെ അപേക്ഷിച്ച് വ്യത്യാസമുണ്ട്. കളറിനൊരു വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതെന്താണ് ആ കളർ തന്നെയാണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നീലാകാശവും നീല കളറും
നമ്മുടെ ഒരു വേറെ ഒരു നീലയല്ലേ, ഇത് കുറച്ചൊരു കടും നീലയാണ് ഇവിടുത്തെ കടലിൻ്റെ ഒരു പ്രത്യേകത. വ്യൂ കാണുന്നുണ്ടല്ലോ അല്ലേ. അതുവഴി നടന്നു പോകാൻ പറ്റുന്ന മലയാണ്. അത് ഭയങ്കര വ്യൂ ആണ്. പക്ഷേ നമുക്കിന്ന് സമയമുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും മോളും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്.